ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ ഈ തരത്തിലുള്ള ഈ സമരം, അതായത് ദേശത്തെ വലിയ തരത്തിലുള്ള ഒരു പ്രതിസന്ധിയിലാക്കുന്ന തരത്തിലുള്ള സമരമാണ് വ്യാപകമായി നടക്കുന്നത്. അതുകൊണ്ട് താൻ രാജിവെക്കുകയാണ് എന്നുള്ളൊരു പ്രഖ്യാപനം തന്നെയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കാണ് രാജി സമർപ്പിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇനി ധർമ്മേന്ദ്ര പ്രധാന്റെ ഒരു ഭാവി അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യം തീരുമാനിക്കാനുള്ള സമയം പോലും BJPക്ക് ലഭിച്ചിട്ടില്ല. കാര്യം പലതരത്തിലുള്ള സംഘടന പുനഃസംഘടന ആവശ്യമുണ്ട്. നിരവധി മന്ത്രിമാർ രാജിവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം ഇത്തരത്തിൽ മറ്റു മന്ത്രാലയത്തിലേക്ക്, വളം മന്ത്രാലയത്തിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മന്ത്രാലയത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റി പ്രതിഷ്ഠിക്കണം എന്നുള്ള ഒരു രീതിയായിരുന്നു, എന്നുള്ള ഒരു ആലോചനയായിരുന്നു BJPയിൽ വ്യാപകമായി നടന്നിരുന്നത്. പക്ഷേ ആ തരത്തിലുള്ള ഇത്തരത്തിലുള്ള ഒരു ഇളക്കി പ്രതിഷ്ഠ കൊണ്ട് ഈ സമരം ഒരു കാരണവശാലും അവസാനിപ്പിക്കാനാവില്ല. ഇപ്പോൾ ഈ കേന്ദ്രത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ സമരം അവസാനിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. കാര്യം ഈ ഒരു മാസം പിന്നിടുന്ന ഈ സമരം ഓരോ ദിവസം ചെല്ലുന്തോറും വിദ്യാർത്ഥികൾ പലതരത്തിൽ കൂടിക്കൊണ്ടു വരികയാണ് ഈ ജന്തർ മന്ദറിൽ. മാത്രമല്ല ഇപ്പോൾ ജന്തർ മന്ദറിലുമായി ബന്ധപ്പെട്ട അതിന്റെ പരിസര പ്രദേശങ്ങളിലെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടിരിക്കുകയാണ്. ഡൽഹിയിലും പരിസരത്തുമെല്ലാം ഇപ്പോൾ ഇതിനകം തന്നെ ഇന്റർനെറ്റ് ഫോണിൽ നിരോധിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഊബർ, ഓല തുടങ്ങിയ റൈഡ് ആപ്പുകൾ പോലും ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. മാത്രമല്ല ജനകീയ പ്രക്ഷോഭം വലിയ തരത്തിൽ മെട്രോയ്ക്കുള്ളിൽ പോലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ആളുകൾ സംഘടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. മാത്രമല്ല റോഡ് ബ്ലോക്ക് ചെയ്തിട്ടും ട്രെയിൻ ബ്ലോക്ക് ചെയ്തിട്ടും ഇന്റർനെറ്റ് കട്ട് ചെയ്തിട്ടും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജന്തർ മന്ദർ തേടി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ കണക്കനുസരിച്ച് പോലും 1,00,000-ലധികം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ വരുന്നത് എന്നുള്ള ഒരു കാഴ്ച, ഒരു കണക്ക് അവർക്ക് മനസ്സിലായിരുന്നുണ്ട്. അത് മാത്രമല്ല ഇനി ഈ ജനകീയ പ്രക്ഷോഭം തണുപ്പിക്കാൻ ഏകമാർഗം ഈ രാജിയല്ലാതെ മറ്റൊരു മാർഗവും ഇല്ല എന്ന തിരിച്ചറിവിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ രാജി സംഭവിച്ചിരിക്കുന്നത്. രാജ്യത്ത് ജോലിയില്ലാത്ത യുവാക്കൾക്ക്, RTI ആക്ടിവിസ്റ്റുകൾക്ക്, അവർ പാർട്ടികളെ പോലെ രാജ്യത്തെ പല കാര്യങ്ങളിൽ ഇടപെടുന്നു എന്ന ഒരു പ്രസ്താവന അത് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്തുണ്ടാകുന്നു. അതിൽ നിന്നാണല്ലോ ഈ CJPയുടെ ഒരു ആരംഭം എന്ന് പറയുന്നത്. അപ്പോൾ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന നിർണായകമായ കാര്യം തന്നെയാണ് CJP വിദ്യാർത്ഥികൾ ഇപ്പോൾ കാണിച്ചു കൊടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന് മുട്ടുമടക്കേണ്ടി വന്നു. കേന്ദ്ര സർക്കാരിന് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് ഈ സമരത്തിന് മുന്നിൽ തീർച്ചയായും മുട്ടുമടക്കേണ്ടി വരികയായിരുന്നു. മാത്രമല്ല ഒരു മൂന്നാം ഘട്ടം സമരം വരുന്നതിന് മുമ്പ് തന്നെ, മൂന്നാം ഘട്ട ഈ തരത്തിലുള്ള ചർച്ചകൾക്ക് മുമ്പ് തന്നെ ഒരു രാജി എന്നുള്ളത് വളരെ അനിവാര്യമാണ് എന്നുള്ളൊരു കാര്യം തന്നെ വ്യക്തമായിരിക്കുകയാണ്. കാര്യം കേവലം ഇപ്പോൾ ഇദ്ദേഹത്തിന് മാത്രം ധർമ്മേന്ദ്ര പ്രധാനെ രക്ഷിക്കാൻ ശ്രമിച്ചാൽ ഒരു മന്ത്രിസഭ മുഴുവനും തകർന്നു വീഴുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ള ഒരു സൂചന തന്നെയായിരുന്നു നടത്തിയിരുന്നത്. മാത്രമല്ല ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോലും രാജിവെക്കേണ്ടി വരും എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. ആ തരത്തിലുള്ള ഒരു പ്രതിഷേധമായിരുന്നു നടത്തിയിരുന്നത്. അതേ തുടർന്നാണ് ഇപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ നീറ്റ് പരീക്ഷ പാളിയപ്പോൾ തന്നെ അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല വിദ്യാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ആവശ്യങ്ങളായിരുന്നു. 1 ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുക, 2 ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ നഷ്ടപരിഹാരം കൊടുക്കുക, 3 FIR വിദ്യാർത്ഥികൾക്കെതിരെ എടുത്തിരിക്കുന്ന എല്ലാ FIR-ഉം ക്യാൻസൽ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ആവശ്യം. മാത്രമല്ല NDA സ്ക്രാപ്പ് ചെയ്യുക, NDA ഒരു പുതുക്കി പഠിക്കുക എന്നുള്ളൊരു ആവശ്യമുണ്ടായിരുന്നു. NDA എന്ന് പറയുന്ന ഒരു നാഷണൽ എക്സാമിനേഷൻ സെന്റർ, ഒരു ഏജൻസി ഇന്ത്യക്ക് വേണ്ട എന്ന തരത്തിൽ തന്നെയായിരുന്നു വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഒഴിവാക്കാൻ വേണ്ടിയാണ് NDAയിൽ നിന്നും കൂട്ടപ്പിരിച്ചുവിടൽ തന്നെ നടത്തിയത്. 47 ഉദ്യോഗസ്ഥരെയാണ് ഒറ്റയടിക്ക് തന്നെ ഇന്നലെ പിരിച്ചുവിട്ടത്. മാത്രമല്ല മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് 1 കോടി രൂപ നൽകാം എന്നുള്ളൊരു കാര്യത്തിലും ഏകദേശം തീരുമാനമായിരുന്നു. ഇതുകൂടാതെ FIR എല്ലാം റദ്ദു ചെയ്യുകയും വിദ്യാർത്ഥികളെ ഒരു കാരണവശാലും വേട്ടയാടില്ല എന്നുള്ള ഒരു ഉറപ്പ് കൂടി കേന്ദ്രമന്ത്രിമാർ നൽകിയിരുന്നു. പക്ഷേ ആ ഉറപ്പുകൾ ഒന്നും പോരാ.